ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനപ്രീതിയിൽ വൻ ഇടിവെന്ന് പ്രവചിച്ചിരിക്കുകയാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ. ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് ബീഹാറിൽ നടക്കുകയാണെങ്കിൽ നിതീഷിന് വലിയ പിന്തുണ ഉണ്ടാകില്ലെന്നാണ് സീ വോട്ടർ പ്രവചിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സർവേയിൽ കൂടുതൽ പിന്തുണ RJD യുവനേതാവ് തേജസ്വി യാദവിനാണ്. 41% പേർ തേജസ്വിയെ പിന്തുണച്ചപ്പോൾ 18% പേരുടെ പിന്തുണ മാത്രമാണ് നിതീഷ് കുമാറിന് ലഭിച്ചത്. 15% പേർ ജൻ സൂരജ് സ്ഥാപകനും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കുമാറിനെയും അനുകൂലിച്ചു. സർവേ പ്രകാരം നിതീഷ് കുമാറിന്റെ വിശ്വാസ്യത തകർന്നുവെന്നാണ് 38% ആളുകൾ പ്രതികരിച്ചത്. നേരിയ ഇടിവ് സംഭവിച്ചതായി 13% ആളുകൾ പറയുമ്പോൾ യാതൊരു ഇടിവും ഇല്ലെന്നും നിതീഷ് ഇപ്പോഴും മികച്ച നേതാവാണെന്നും 21% പേർ പറയുന്നു. തൊഴിലില്ലായ്മയാണ് തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമെന്നാണ് 45% ആളുകളും അഭിപ്രായപ്പെട്ടത്. പണപ്പെരുപ്പമാണെന്ന് 11% പേർ പറഞ്ഞപ്പോൾ വൈദ്യുതി, വെള്ളം, റോഡ് എന്നിവയാണെന്ന് 10% പേർ പറഞ്ഞു. കർഷകരുടെ പ്രശ്നങ്ങളും അഴിമതിയെന്നുമായിരുന്നു 4% പേരുടെ അഭിപ്രായം. സർവേയിൽ പങ്കെടുത്ത 50% പേർ നിലവിലെ സർക്കാരിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. സർക്കാർ മാറണമെന്ന അഭിപ്രായമാണ് ഇവർ പങ്കിടുന്നത്. എന്നാൽ അതൃപ്തി ഉണ്ടെങ്കിലും സർക്കാർ മാറേണ്ടതില്ലെന്നായിരുന്നു 22% പേരുടെ അഭിപ്രായം. അതേസമയം അതൃപ്തിയുമില്ല, മാറ്റവും ആഗ്രഹിക്കുന്നില്ലെന്നാണ് 25% പേർ പങ്കുവച്ചത്. ഈ വർഷം അവസാനമാണ് ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ബീഹാറിൽ ഇക്കുറിയും നിതീഷിനെ മുൻനിർത്തിയാകുമോ NDA തിരഞ്ഞെടുപ്പ് പോരിന് ഇറങ്ങുകയെന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. രാഷ്ട്രീയ മലക്കം മറിച്ചിലുകൾക്ക് പേരുകേട്ട നിതീഷിനെ ഇത്തവണയും അവതരിപ്പിക്കുന്നത് NDAക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുണ്ട്. എന്നാൽ നിതീഷിനെ തഴഞ്ഞു മുന്നോട്ടു പോകാൻ ബീഹാറിൽ BJPക്ക് സാധിക്കുമോ എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 243 അംഗ സീറ്റിൽ 74 സീറ്റുമായി RJD ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. നിതീഷിന്റെ JDUവിന് ലഭിച്ചത് 43 സീറ്റുകളും. തുടർന്ന് 74 സീറ്റ് നേടിയ BJP JDUവുമായി കൈകോർത്ത് ഭരണത്തിലേറി. കോൺഗ്രസിന് 19 സീറ്റുകളായിരുന്നു അന്ന് ലഭിച്ചത്. പിന്നീട് BJPയുമായി ഇടഞ്ഞ് നിതീഷ് RJDയുമായി കൈകോർത്ത് ഭരണത്തിലേറി. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സഖ്യം അവസാനിപ്പിച്ച് NDAയിലേക്ക് ചേക്കേറുകയായിരുന്നു. അതേസമയം 7 പേരെ കൂടി ഉൾപ്പെടുത്തി മന്ത്രിസഭ വിപുലീകരിച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ. BJP നേതാക്കൾക്കാണ് മന്ത്രിസഭയിൽ ഇടം ലഭിച്ചത്. ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ജാതിമത സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാണ് നേതാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. 7 പുതിയ മന്ത്രിമാരിൽ കൃഷ്ണകുമാർ മന്ദു, സഞ്ജയ് സരോഗി, സുനിൽ കുമാർ, മോത്തിലാൽ പ്രസാദ് എന്നിവർ OBC വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. EBC വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് വിജയ് കുമാർ മണ്ഡൽ. രജപുത്ര സമുദായ അംഗമാണ് രാജ്കുമാർ സിംഗ്. ഭൂമി ഹാറു സമുദായക്കാരനാണ് ജിബേഷ് കുമാർ. ജാതി സമവാക്യങ്ങൾ ഏറെ നിർണായകമായ ബീഹാറിൽ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഇത്തരം നീക്കങ്ങൾ ഗുണം ചെയ്യുമെന്നാണ് NDAയുടെ വിലയിരുത്തൽ. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് 8 മാസം മാത്രം ബാക്കി നിൽക്കെ BJPയുടെ വിജയം ഉറപ്പാക്കാൻ മിഷൻ തൃശൂൽ എന്ന പേരിൽ RSS പുതിയ ദൗത്യത്തിന് തുടക്കം കുറിച്ചിരുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 3 നിർണായക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് മിഷൻ തൃശൂൽ എന്നാണ് വിവരം. രഹസ്യാത്മക സർവേകളിലൂടെ അസംതൃപ്തരായ വോട്ടർമാരെയും പ്രധാന പ്രശ്നങ്ങളെയും തിരിച്ചറിയുക, ഏറ്റവും സ്വാധീനമുള്ള വിഷയങ്ങൾ വിലയിരുത്തി തിരഞ്ഞെടുപ്പ് ആഖ്യാനം രൂപപ്പെടുത്തുക, ഈ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി BJPക്കുള്ള തിരഞ്ഞെടുപ്പ് നേട്ടങ്ങളും അപകട സാധ്യതകളും വിശകലനം ചെയ്യുക എന്നതാണ് RSS ലക്ഷ്യമിടുന്നത്. RSSന്റെ പ്രാദേശിക ശാഖകളെ പ്രയോജനപ്പെടുത്തി അതീവ രഹസ്യമായാണ് സർവേ നടത്തുന്നത്. തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ബീഹാറിലുടനീളം ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമുണ്ട്. ബീഹാറിനെ വടക്കൻ ബീഹാർ, ദക്ഷിണ ബീഹാർ എന്നിങ്ങനെ തിരിച്ച് കാര്യക്ഷമമായ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് RSS നീങ്ങിയെന്നാണ് വിവരം. സമഗ്രമായ ബൂത്ത് തല സർവേ അവലോകന യോഗം മാർച്ചിൽ ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട്.